മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രസ്താവന എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ എന്തടിസ്ഥാനത്തിലാണ് തമിഴ്നാട് ജലനിരപ്പ് ഉയർത്തുമെന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നതെന്നതിൽ വ്യക്തതയില്ല. 142 അടിയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള സാഹചര്യമാണ് മുല്ലപ്പെരിയാറിൽ നിലവിലുള്ളത്. പാട്ടക്കരാറിന് പുറത്തുള്ള 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും അതിനുള്ള ഒരു തരത്തിലുമുള്ള ആലോചന പോലുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തേക്കടിയിലെ മെഗാ കാർ പാർക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിഷയം പരിശോധന ഘട്ടത്തിലാണ് തമിഴ്നാട് സുപ്രീം കോടതി ഹാജരായ അവരുടെ അഭിഭാഷകൻ വാദിച്ചത് ഇത് തമിഴ്നാടിൻ്റെ ലീസ് ഏരിയയിലാണ്. അവിടെയാണ് നമ്മൾ വാദിച്ചത് ഇത് നമ്മുടെ സ്ഥലത്താണ്. അവിടെ സർവേ ഓഫ് ഇന്ത്യയോട് ഈ കാര്യത്തിൽ പരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി കൊടുത്ത നിർദ്ദേശത്തിൽ സർവേ ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകി. അതിൽ അത് കേരളത്തിൻ്റെ ലാൻഡാണെന്ന് കണ്ടെത്തി. അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സുപ്രീം കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പാട്ടക്കരാറിന് പുറത്തുള്ള കേരളത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഒരു തല ആലോചനയും ഇല്ലെന്ന് മാത്രമല്ല, അതാണ് അതിൻ്റെ റിയലിസ്റ്റിക്കായ ഒരു കാര്യം. അപ്പം അവർ തന്നെ കോടതി ചലഞ്ച് ചെയ്തു. അത് സർവേ ഓഫ് ഇന്ത്യ പരിശോധിച്ചു. അത് സുപ്രീം കോടതി നൽകി. അത് കോടതിക്ക് ബോധ്യമായി. മാത്രമല്ല, കാണേണ്ട ഒരു കാര്യം, ഇത് കോടതി വരുന്ന സന്ദർഭത്തിൽ അവർ ആർട്ടിക്കിൾ 131 അനുസരിച്ചാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ കാണേണ്ടത് എന്താ? ഒന്ന് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് ടു യൂണിയൻ. ആ 1886 കരാർ വരുന്ന സമയത്ത് അങ്ങനെ സ്റ്റേറ്റുകളില്ല, ഇതുമായി ബന്ധപ്പെട്ട യൂണിയൻ ഗവൺമെൻറ് ഇല്ല. അപ്പോൾ ഈ പാട്ടക്കരാറിനെ കുറിച്ച് അങ്ങ് ഉയർത്തിയിരിക്കുന്ന പ്രശ്നം കുറേ കൂടി ഗൗരവപരമല്ലയോ എന്ന തലത്തിലേക്ക് കോടതി കണ്ടെത്തി.